റിയൽ ഭാഗം 4. കഥാരചന ഭീമ എസ്. അവതരണം ഷാജഹാൻ ചളിക്കോട്. ആസിയ വല്ലാത്ത ടെൻഷനിലായി. എന്താകും അയാളുടെ ഉദ്ദേശം? എന്തെങ്കിലും മോശമായ ഉദ്ദേശത്തിന് വേണ്ടിയാകുമോ? ഇത്രയും ദിവസം താൻ അറിയാതെ അയാൾ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം. അവൾക്കാകെ ജാള്യത അനുഭവപ്പെട്ടു. ഇങ്ങനെ മുന്നോട്ട് പോയാൽ തനിക്ക് ചീത്തപ്പേരാകും. ആസിയ വല്ലാത്ത ഭീതിയിലായിപ്പോയി. പിറ്റേന്ന് മുതൽ പതിവിലും നേരത്തെ ചെല്ലാൻ ആസിയ റൂബീനയോട് ആവശ്യപ്പെട്ടു. കാരണം പറഞ്ഞാൽ അവൾ തന്നെ കളിയാക്കി കൊല്ലും. അത് അരോചകരമാണ്. കുറച്ച് വർക്കുകൾ പെൻഡിങ് ആണ്, അവ ചെയ്തു തീർക്കാനുണ്ടെന്ന് റൂബീനയോട് കള്ളം പറഞ്ഞാലോ? വേണ്ട, ഉള്ള കാര്യം തുറന്നു പറഞ്ഞേക്കാം. എന്തിനു വേണ്ടി കള്ളം പറയുന്നു? പിറ്റേ ദിവസം മുതൽ ആസിയ ആവശ്യപ്പെട്ട പ്രകാരം റൂബീന നേരത്തെ സ്കൂട്ടിയും കൊണ്ടുവന്നു. പോകും വഴി ആസിയ മൗനമായി പ്രാർത്ഥിച്ചു. യാ അല്ലാഹ്, ഇനി ഒരിക്കലും അയാൾ എന്നെ കാണാൻ വേണ്ടി വരാതിരുന്നെങ്കിൽ. അങ്ങനെയാകാൻ നീ അയാൾക്ക് മനസ്സ് കൊടുക്കണമേ നാഥ. ആ ദുആ ഫലിച്ചു എന്ന് തന്നെ അവൾ കരുതി. 3-4 ദിവസം അവൾക്ക് അയാളുടെ സാന്നിധ്യം അനുഭവപ്പെട്ടില്ല. മനസ്സ് പതിയെ ശാന്തമായി. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ആസിയ പതിയെ മറന്നു തുടങ്ങി. 5-ാം നാൾ റൂബീനാക്ക് പനിയായതിനാൽ അവൾ ലീവായിരുന്നു. ആസിയാക്ക് ബസ്സിൽ പോകേണ്ടി വന്നു. ബസ്സിറങ്ങി അവൾ മുന്നോട്ട് നടന്നു. അപ്പോൾ അതാ വില കൂടിയ ഒരു ചുവന്ന മോഡൽ കാർ ആസിയ തൊട്ടില്ല എന്ന മട്ടിൽ കടന്നുപോയി. അവൾ ഞെട്ടി നോക്കി നിന്നപ്പോഴേക്കും കാറിൻ്റെ ഡോർ തുറന്ന് സഫർ അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. പെട്ടെന്നുള്ള അമ്പരപ്പിൽ എന്തു ചെയ്യണമെന്നറിയാതെ ആസിയ പകച്ചുപോയി. ആസിയുടെ അമ്പരപ്പ് കണ്ട് ചോദ്യഭാവത്തിൽ 2 പുരികം മേലോട്ടുയർത്തി സഫർ ഒരു കുസൃതി ചിരിയോടെ നിൽക്കുകയാണ്. എന്തിനാ എൻ്റെ പിറകെ ഇങ്ങനെ പിന്തുടരുന്നത്? പ്ലീസ്, ഇതിനി ആവർത്തിക്കരുത്. എന്നെ വെറുതെ വിടൂ. താങ്കൾ കരുതുന്ന പോലെ ഒരു പെണ്ണല്ല ഞാൻ. ശാന്തമെങ്കിലും പെട്ടെന്നുണ്ടായ ധൈര്യത്തിൽ ആസിയ പ്രതികരിച്ചു. അതിന് ഞാൻ താങ്കൾ പറഞ്ഞതുപോലെ ഒന്നും കരുതിയിട്ടില്ലല്ലോ. പിന്നെ പിറകെ നടക്കുന്നത് ഒരുപാട് ഇഷ്ടമായിട്ടാണ്. മനസ്സ് പറയുന്നു ഈ സുന്ദരിക്കുട്ടിയെ എപ്പോഴും കാണുവാൻ. എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ആസിയയുടെ സ്വരം കടുത്തു. ദേഷ്യം വരുമ്പോഴും തന്നെ കാണാൻ നല്ല ഭംഗിയാട്ടോ. അത് കേട്ടതും ഒരു നിമിഷം ആസിയ സഫറിൻ്റെ മുഖത്തേക്ക് കോപത്തോടെ ഒന്ന് തുറിച്ചു നോക്കി. സഫറിൻ്റെ പുഞ്ചിരിയും കണ്ണുകളിലെ പ്രണയാർദ്ര ഭാവവും കണ്ട് അവൾ വീണ്ടും മുഖം വെട്ടി തിരിച്ചു കളഞ്ഞു. മുന്നിൽ വഴി തടഞ്ഞ മട്ടിൽ നിൽക്കുകയായിരുന്നു സഫർ. വഴിമാറണം മിസ്റ്റർ, എനിക്ക് പോകണം. സ്വരത്തിൽ കാഠിന്യം കൂട്ടി അവൾ വിളിച്ചു പറഞ്ഞു. അപ്പോഴും നിശബ്ദമായ പുഞ്ചിരിയോടെ തന്നെ സഫർ അവൾക്ക് വഴിമാറിക്കൊടുത്തു. പോയിക്കോളൂ എന്ന രീതിയിൽ കൈകൾ ആസിയയുടെ നേരെ ചലിപ്പിച്ചു. ആസിയ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും നടന്നു മറയുകയായിരുന്നു. അവൾ നടന്നു മറയുന്നത് നോക്കി സ്വതസിദ്ധമായ ശൈലിയിലെ ഒരു മനോഹരമായ പുഞ്ചിരിയോടെ സഫർ നിന്നു. ആ നടത്തം പോലും എത്ര ഭംഗിയാണ്. ബോഡി ഷേപ്പ് ഒട്ടും എടുത്തു കാണിക്കാത്ത പർദ്ദയാണ് അവളുടെ വേഷം. സഫറിന് ആസിയോട് വല്ലാത്തൊരു ബഹുമാനം തോന്നി. അതിലുപരി അവളോടുള്ള പ്രണയവും. മുന്നോട്ട് നടന്നുകൊണ്ടിരുന്ന ആസിയയുടെ മനസ്സ് വല്ലാത്ത അസ്വസ്ഥതയോടെ മടിച്ചുകൊണ്ടിരുന്നു. അയാളുടെ മുഖവും പുഞ്ചിരിയും നോട്ടവും എത്ര അവഗണിച്ചിട്ടും മനസ്സിൽ കയറി വരുന്നുണ്ടല്ലോ. ഒരുപാട് പേര് പ്രണയാഭ്യർത്ഥനയുമായി പിറകെ കൂടിയിട്ടുണ്ട്. അവരോടൊന്നും തോന്നാത്ത ഓർമ്മകളിൽ ഇയാൾ മാത്രം എന്തിനാണ് കടന്നു വരുന്നത്? ഇത് പിശാചിൻ്റെ പ്രചോദനമാണ്. ഇല്ല, ഞാനിതിൽ വീണുപോകില്ല. ഇങ്ങനെ ഒരു മോഹക്കുഴിയിൽ തൻ്റെ മനസ്സ് പിഴച്ചു പോകാൻ പാടില്ല. ഇവിടെ എൻ്റെ മനസ്സ് അറിയാതെ ഒന്ന് വീണുപോകാൻ കൂടി ഞാൻ സമ്മതിക്കില്ല. ഒരു അന്യപുരുഷൻ, അയാൾ എത്ര ആകർഷണമുള്ളവനായാൽ കൂടിയും ആ നോട്ടത്തിലും ചിരിയിലും തൻ്റെ ഹൃദയം ദുർബലമായി പോകരുത്. ആസിയ തൻ്റെ മനസ്സിൽ ദൃഢനിശ്ചയമെടുത്തു. അല്പനിമിഷത്തിനകം വീണ്ടും അവളുടെ മനസ്സ് ആകുലപ്പെടാൻ തുടങ്ങി. തനിക്ക് എന്താണ് പറ്റിയത്? അവൾ സ്വന്തം മനസ്സാക്ഷിയോട് ചോദിച്ചു പോയി. പെട്ടെന്ന് വന്ന ഒരു അന്യപുരുഷൻ്റെ മുമ്പിൽ എന്തിനു വേണ്ടി അത്ര സമയം നിന്നു? അവൾ ആ നിമിഷത്തെ ഓർത്ത് മനസ്സാ ശപിച്ചു. യാ റബ്ബേ, ഞാൻ തെറ്റ് ചെയ്തു പോയി. അവളുടെ ഹൃദയം കുറ്റബോധത്താൽ നീറി പിടഞ്ഞു. അവൾക്ക് വല്ലാത്ത ലജ്ജ തോന്നി. റബ്ബേ, എന്നോട് ക്ഷമിക്കൂ. ഒരു ചെറുപ്പക്കാരൻ മുന്നിൽ വന്ന് നിന്നപ്പോൾ അപ്പോൾ തന്നെ അവിടുന്ന് തിരിഞ്ഞു ഓടിയകന്ന് പോകണമായിരുന്നു. സംസാരിക്കാൻ നിന്നതുകൊണ്ടല്ലേ അയാൾ പറഞ്ഞതൊക്കെ തനിക്ക് കേൾക്കേണ്ടി വന്നത്? ഇന്ന് തൻ്റെ തൊട്ടടുത്ത് വന്നിരിക്കുന്നു അയാൾ. അയാളുടെ ചുടുനിശ്വാസം എങ്ങാനും തൻ്റെ മുഖത്ത് വന്ന് പതിച്ചുവോ? ആ നോട്ടം അറിയാതെ തൻ്റെ മനസ്സിൽ സ്വാധീനം ചെലുത്തിപ്പോയിട്ടുണ്ടോ? യാ റബ്ബേ, ഞാൻ തെറ്റിൽ വീണുപോയോ? എന്നോട് ക്ഷമിക്കണമേ. ആസിയുടെ മനസ്സിൽ ആ ഓർമ്മകൾ മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നു. അവളുടെ ഹൃദയം ആവലാതിയോടെ റബ്ബിനെ ഓർത്ത് പൊട്ടിക്കരഞ്ഞു. നാഥ, നിന്റെ പരീക്ഷണത്തിൽ ഞാൻ തോറ്റുപോയിട്ടുണ്ടാകരുതേ. ഞാൻ തെറ്റിലേക്ക് വീണു പോകരുതേ. അന്ന് 12 മണിക്ക് ശേഷം ചെയർമാൻ്റെ കോൺഫറൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ബിസിനസ്സിനെ പറ്റിയുള്ള ആ ക്ലാസ് ആസിയാക്കതൊന്നും ശ്രദ്ധിക്കുവാൻ പറ്റിയിരുന്നില്ല. മനസ്സാകെ അസ്വസ്ഥമാവുകയാണ്. എങ്ങനെയാണ് അയാളിൽ നിന്നും തനിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുക? ഇനിയും ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായി എന്ന് വരാം.
വാട്ട് ഹാപ്പൻഡ് ആസിയ? ചെയർമാൻ്റെ ഗൗരവത്തിലുള്ള അന്വേഷണം കേട്ട് ആസിയ പതറിപ്പോയി. അദ്ദേഹം വീണ്ടും അന്വേഷിച്ചു. വാട്ട് ഡു യു തിങ്ക്? നോ നത്തിങ് സർ, അവൾ വിക്കി പറഞ്ഞു. ഓക്കെ, ദെൻ മീറ്റിംഗ് കണ്ടിന്യൂ. ഗൗരവത്തിൽ അദ്ദേഹം വീണ്ടും മീറ്റിംഗ് തുടർന്നു. വൈകിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ ആസിയുടെ ഹൃദയമിടിപ്പ് കൂടി. അയാൾ എവിടെയെങ്കിലും നിന്ന് തന്നെ ഇപ്പോൾ വീക്ഷിക്കുന്നുണ്ടാകുമോ? ബസ് പെട്ടെന്നൊന്ന് വന്നിരുന്നുവെങ്കിൽ. യാ അല്ലാ, പിശാചിൻ്റെ പ്രചോദനങ്ങളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും നീ എനിക്ക് കാവൽ നൽകണമേ. എൻ്റെ ഹൃദയത്തിനെ നീ പരിശുദ്ധമാക്കി നിലനിർത്തി തരണമേ. ജീവിതത്തിൽ മഹർ നൽകാൻ എനിക്ക് വേണ്ടി നീ ആരെയോ വിധിച്ചിരിക്കാം. അദ്ദേഹത്തിന് വേണ്ടിയുള്ളതായിരിക്കണമേ എൻ്റെ മനസ്സ്. ബസ്സിലിരിക്കുമ്പോൾ അവൾ റബ്ബിനോട് ദുആ ചെയ്ത് കേണു. വീട്ടിലെത്തും വരെ ആസിയ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരുന്നു. പാപമോചനത്തെക്കുറിച്ചുള്ള വളരെയധികം വിലപിടിപ്പുള്ള ദിക്ർ. വീട്ടിലെത്തിയതും അവൾ വേഗം കുളിച്ചു. ചായ പോലും കുടിക്കാതെ വുളുവെടുത്ത് നിസ്കാരപ്പായയിലേക്ക് പോയി. സുജൂദായപ്പോൾ എത്ര സമയം അങ്ങനെ കിടന്നു എന്നറിയില്ല. മിനിറ്റുകൾ കഴിഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ കണ്ണുനീർ തുള്ളികൾ വീണ് മുസല്ല നനഞ്ഞു. പടച്ച റബ്ബിനോട് തൻ്റെ ആവലാദികളും സംഭവിച്ചു പോയ പിഴവുകളും മനസ്സാൽ ഏറ്റുപറഞ്ഞ് മനമൊരുക്കി പ്രാർത്ഥിച്ചു. റബ്ബിനെക്കുറിച്ചുള്ള ചിന്തകളാൽ ആസിയുടെ മനസ്സ് ശാന്തമായിക്കൊണ്ടിരുന്നു. മനസ്സിന് വല്ലാത്ത ആത്മസംതൃപ്തി. മോളെ, നിനക്കെന്ത് പറ്റി? കുഞ്ഞേ, ഉമ്മായുടെ അന്വേഷണം. എന്നും അസർ നിസ്കാരം കഴിഞ്ഞാകും അവൾ വരിക. കമ്പനി അതിനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. ജോലി കഴിഞ്ഞ് വന്നയുടൻ കുളിച്ച് തന്നോട് കിന്നാരവും തമാശകളും പറഞ്ഞ് ചായകുടിയും കഴിഞ്ഞ് മഗ്‌രിബ് ബാങ്ക് ആകുമ്പോൾ അവൾ നിസ്കാരപ്പായയിലേക്ക് പോവുകയാണ് പതിവ്. ഇന്ന് വന്നയുടൻ കുളിച്ച് ഒന്നും കഴിക്കാതെ തന്നോട് അധികമൊന്നും സംസാരിക്കാതെ നേരെ നിസ്കാരത്തിലേക്ക് കടന്നു. അത് ഫർദ് നിസ്കാരമോ കലാ വീടലോ അല്ലെന്ന് ഉമ്മാക്ക് മനസ്സിലായി. അവളുടെ മനസ്സിനെ എന്തോ ബാധിച്ചിട്ടുണ്ട്. ഉമ്മ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആസിയ നിസ്കാരത്തിൽ പ്രവേശിച്ചതുകൊണ്ട് ഉമ്മ വിളിച്ചില്ല. പിന്നീട് വന്ന് നോക്കുമ്പോഴെല്ലാം അവൾ നീണ്ട സുജൂദിലായിരിക്കും. മകൾ നിശബ്ദമായി കരയുന്നു എന്ന് മനസ്സിലാക്കുവാൻ ആ ഉമ്മാക്ക് ഒട്ടും പ്രയാസപ്പെടേണ്ടി വന്നില്ല. ഉമ്മായുടെ ഹൃദയം വേവലാതിപ്പെട്ടുകൊണ്ടിരുന്നു. മഗ്‌രിബ് കഴിഞ്ഞ് ഇശാ കഴിഞ്ഞു ആസിയ എഴുന്നേറ്റ് വന്നില്ല. അങ്ങനെയാണ് ഉമ്മ വീണ്ടും വന്നു നോക്കിയത്. അപ്പോൾ രണ്ട് കൈയും ഉയർത്തി കൂട്ടിവെച്ച് കരഞ്ഞുകൊണ്ടവൾ ദുആ ചെയ്യുകയാണ്. മോളെ, നിനക്കെന്ത് പറ്റി? ഉമ്മ രണ്ടാമതായി വീണ്ടും ചോദിച്ചു. അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് ഉമ്മ വിളിച്ചത് അവൾ അറിയുന്നത്. ഉമ്മായെ കണ്ടതും കുഞ്ഞുനാളിലുള്ളതുപോലെ അവൾ വിങ്ങി. ഒന്നുമില്ല ഉമ്മ. ആസിയ ഒരു സമാധാനത്തിലെന്ന പോലെ ഉമ്മായുടെ മുന്നിലേക്ക് നീങ്ങി ആ മുട്ടുകാലിൽ കെട്ടിപ്പിടിച്ച് നിശബ്ദം കണ്ണുനീരൊഴുക്കി. ആ ഉമ്മ ഓർക്കുകയായിരുന്നു, കുഞ്ഞുനാളിൽ ഞാൻ എടുത്തുകൊണ്ട് നടക്കാൻ വേണ്ടി ആസി ഇതുപോലെ ആയിരുന്നു. ഓടിവന്ന് മുട്ടുകാലിൽ കെട്ടിപ്പിടിച്ചവൾ തന്നെ നോക്കി കരയും. ഉമ്മ കാരുണ്യത്തിൽ പൊതിഞ്ഞ വാത്സല്യത്തോടെ മകളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഉമ്മാനോട് പറയൂ, എൻ്റെ മോളുടെ മനസ്സിൽ എന്തോ വിഷമം കൂടിയിരിക്കുന്നു. അല്ലാതെ നിസ്കാരപ്പായിൽ ഇരുന്ന് ഇത്രയധികം കരയില്ല. അങ്ങനെയല്ല ഉമ്മ, ഞാൻ എൻ്റെ പാപങ്ങൾ റബ്ബിനോട് ഏറ്റു പറയുകയായിരുന്നു. ഉമ്മ, എനിക്കെൻ്റെ റബ്ബിനെ ഓർത്ത് ജീവിച്ചാൽ മതി. എൻ്റെ റസൂലിൻ്റെ ചിന്തകളാൽ എനിക്ക് ജീവിച്ചാൽ മതി. എൻ്റെ മനസ്സ് ദുർബലമാകാതിരിക്കാൻ ഉമ്മ എനിക്ക് വേണ്ടി ദുആ ചെയ്യുമോ? അതിനെൻ്റെ മോൾ ഒരു തെറ്റും ചെയ്യുന്നവളല്ലല്ലോ. ഉമ്മ സമാധാനിപ്പിച്ചുകൊണ്ട് ആസിയുടെ കണ്ണുനീർ തുടച്ചു. അല്ല, നമ്മൾ മനുഷ്യർ പാപികളാണുമ്മ. നൽകിയ അനുഗ്രഹങ്ങൾക്ക് പടച്ചവനോട് നന്ദിയും സൂക്ഷ്മതയും കാണിക്കാത്തവർ. റബ്ബ് നമ്മോട് ക്ഷമിക്കട്ടെ. ആമീൻ. ഉമ്മായും ആമീൻ പറഞ്ഞു. ഉമ്മ മകളെ സമാധാനപ്പെടുത്തിക്കൊണ്ട് അല്പനേരം കൂടെ ഇരുന്നു. പിന്നീട് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ടുവന്ന് അവൾക്ക് ആഹാരം വിളമ്പിക്കൊടുത്തു. പിന്നെ ആസിയ ഉറങ്ങുമ്പോളും അവളുടെ റൂമിലെ ബെഡിൽ ഉമ്മ കൂടെയിരുന്നു. അവളുടെ കറുകറുത്ത നീണ്ടു ഇടതൂർന്ന കട്ടിയുള്ള മുടി ഉമ്മ തലോടി. ആ ഹൃദയം വാത്സല്യം കൊണ്ട് നിറഞ്ഞു. ഒരു നിശബ്ദ താരാട്ട് പോലെ ആസിയ തൻ്റെ ഭാരം ഇറക്കി വെച്ച പോലെ സമാധാനത്തോടെ ഉറങ്ങി. പിറ്റേന്ന് രാവിലെ സുബഹി നിസ്കാരവും കഴിഞ്ഞ് ആസിയ ഉഷാറോടെ അടുക്കളയിലേക്ക് വന്നു. ഉമ്മ ആസിയെ അത്ഭുതത്തോടെ നോക്കി. ഇന്നലെ കണ്ട ആളേ അല്ല. പഴയ ചിരിയും കളിയും. ഉമ്മാക്ക് സന്തോഷമായി. ആസിയ ഉമ്മായെ അടുക്കളയിൽ സഹായിച്ചു. ഡ്യൂട്ടിക്ക് പോകാറായപ്പോൾ അവൾ ഓടിപ്പോയി കുളിച്ചു പർദ്ദയിട്ട് റെഡിയായി. ഉമ്മ, ഇന്നെനിക്കൊരു മാറ്റമുണ്ട് കേട്ടോ. ആസിയ ഉഷാറോടെ ഓടി വന്നു. ആണോ? അതെന്താ മോളെ? ഉമ്മ അതിശയം കുറി. ദേ നോക്കൂ. അവൾ ഒരു ആഹ്ലാദ ശബ്ദത്തോടെ പുറകിൽ കെട്ടിയിരുന്ന കൈ മുന്നോട്ടെടുത്തു. എന്താ അത്? മുഖമക്കനെയാണോ? ഉമ്മ ശരിക്കും അതിശയം ഭാവിച്ചു. എങ്കിലും ഉമ്മാക്കറിയാമായിരുന്നു അവൾ എന്തെങ്കിലും അത് ഉപയോഗിച്ചു തുടങ്ങുമെന്ന്. അപ്പോൾ ഉമ്മാക്ക് കാര്യം പിടികിട്ടിയിരിക്കുന്നു. ഇന്നലത്തെ വല്ലായ്മയുടെ കാര്യം സാവകാശം ചോദിച്ചറിയാമെന്ന് വെച്ചിരുന്നതായിരുന്നു. ഇന്നത് ഏതാണ്ട് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. തൻ്റെ മകളെ ആരോ ഒരാൾ നിരന്തരം ശല്യം ചെയ്യുന്നുണ്ടാവും. ഉമ്മാക്ക് മകളുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് തെല്ലും ആശങ്കയോ ടെൻഷനോ തോന്നിയില്ല.
നല്ലതാ മോളെ, ഉമ്മ പ്രോത്സാഹിപ്പിച്ചു. ദീനുള്ള കുട്ടികൾക്ക് മുഖമക്കന ഒരു ആത്മവിശ്വാസമാണ്. ഉമ്മയുടെ വാക്കുകൾ അവൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകി. മുഖമക്കന ധരിക്കുന്നതിനിടയിൽ ആസിയ റൂബീനയെ ഓർത്തു. തൻ്റെ ഈ മാറ്റം കാണുമ്പോൾ അവൾ തീർച്ചയായും അതിശയിക്കും. ഒരിക്കൽ തന്നെ കളിയാക്കി പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ അവൾ. അതോർത്തപ്പോൾ ആസിയാക്ക് ചിരി വന്നു. അല്ല, ഇന്ന് വരേണ്ട സമയമായിട്ടും അവളെ കാണുന്നില്ലല്ലോ. ഇന്നലെ സുഖമില്ല, ലീവെടുക്കുകയാണെന്ന് അവൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി പനി കൂടിക്കാണുമോ? പാവം, താൻ അവളെ പോയി ഒന്ന് കാണേണ്ടതായിരുന്നു. അല്ലെങ്കിലും ഇന്നലെ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ലല്ലോ. ആസിയ കുറെ കൂടി അവളെ കാത്തു. വരേണ്ട പഴയ സമയം പോലും ഒരുപാട് കഴിഞ്ഞിരിക്കുന്നു. ആസിയ ഫോണെടുത്ത് റൂബീനയെ വിളിച്ചു. ബെല്ലടിക്കുന്നുണ്ട്. അവൾ വീണ്ടും വീണ്ടും വിളിച്ചു നോക്കി. റൂബീന ഫോൺ എടുക്കുന്നില്ല. അടുത്ത ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുക. ഞങ്ങളുടെ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേരുക. തുടരും.